അർജുന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന സഹപാഠികൾ പറയുന്നത് ടീച്ചർ അർജുനോട് മോശമായി പെരുമാറി. അർജുനോട് മാത്രമല്ല 4 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അവർ സംഘമായി ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ പരാതി ഉയർന്നു. ഇതിനെ തുടർന്ന് ടീച്ചർ മോശമായി പെരുമാറി എന്നുള്ളതാണ് സഹപാഠികളിൽ ചിലർ പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഒരു വലിയ അന്വേഷണം ആവശ്യമാണ്. അത് തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രതിനിധികളും ഇവിടെ എത്തി ഈ വിഷയങ്ങളൊക്കെ ആ കുട്ടികളോട് ചോദിച്ചറിയുകയും ചെയ്തു. ചൊവ്വാഴ്ച രാവിലെ വന്നിട്ട് ആശ ടീച്ചർ അവനെ ചിരിയിട്ട് തല്ലി. അർജുന്റെ ചെവിയിൽ പിടിച്ച് തിരിച്ചു. അവൻ കൈയൊക്കെ അത് കഴിഞ്ഞിട്ട് വിറയ്ക്കാൻ തുടങ്ങി. പിന്നെ ഉച്ചക്ക് ഓഫീസ് റൂമിലേക്ക് വിളിച്ചു. എന്താ അറിയില്ല, ഓഫീസ് റൂമിലേക്ക് വിളിച്ചിട്ട് അവനെ അവിടെ നിന്ന് തല്ലി. ആ ലിസി ടീച്ചറും എച്ച്മായ ലിസി ടീച്ചറും ആശ ടീച്ചറും കൂടി. കുട്ടിയുടെ രക്ഷിതാക്കൾ പറയുന്നത് ടീച്ചർ വളരെ മോശമായി പെരുമാറി സൈബർ സെല്ലിൽ പരാതി കൊടുക്കുമെന്നും 1 വർഷം ജയിലിലിടേണ്ട കുറ്റമാണ് ചെയ്തതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ പറയുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് ഈ PTA ഭാരവാഹികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടീച്ചറെ കുറിച്ചും നല്ലൊരു അഭിപ്രായമല്ല അവർ പറഞ്ഞത്. അപ്പോൾ അവരുടെ വേദികളിൽ വെച്ച് ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഈ ഒരു പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളിൽ നിന്ന് മൊഴിയെടുത്തതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. സെയിം ക്ലാസ്സിലെ കുട്ടികൾ വേറെ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും ഭാഗം കേട്ടിട്ട് മാത്രമാണ് ഫൈനൽ തീരുമാനം ചെയ്യാൻ സാധിക്കുള്ളൂ. വിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെ ഏതായാലും ഈ വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ഈ വിഷയത്തിൽ ഇപ്പോഴും അന്വേഷണം നടന്നു വരികയാണ്. ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.